ഇന്ന് രാത്രിയിൽ നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഹൗ ഡീമൻസ് അതിനു മുമ്പായിട്ട് ഡീമൻ പൊസഷൻസ് ആൻഡ് ഡീമൻ ഇൻഫ്ലുവൻസ്. ഡീമൻ പൊസഷൻ ആൻഡ് ഡീമൻ ഇൻഫ്ലുവൻസ് ആർ ഡിഫറെൻറ്റ്. രണ്ട് വേർഡുകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആദ്യമായിട്ട് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ഡീമൻ ഇൻഫ്ലുവൻസ്, രണ്ട് ഡീമൻ പൊസഷൻ. രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഡീമൻ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഡീമൻ ഇൻഫ്ലുവൻസ് ചെലുത്തുക. എവിടെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ കടന്നു വരുന്നുണ്ട്. ഡീമൻസ് സാധാരണയായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ മാനസികമായിരിക്കുന്ന ലെവലിലാണ്. ഓൾവേസ് വർക്ക് വിത്ത് അവർ സോൾ. അതിൻ്റെ പ്ലേസ് നോർമലി അത് പൊസഷൻ ഏറ്റെടുക്കുന്നത് അവർ സോൾ. മനുഷ്യൻ്റെ ആത്മാവിലല്ല ഡീമൻസ് വസിക്കുന്നത്, പകരം അവൻ്റെ സോളിലാണ് വസിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യൻ 3 ഭാഗം: ഒന്ന് ശരീരം, പ്രാണൻ, ആത്മാവ്. അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ അവനിലെ ആത്മാവ് ദൈവമായിട്ട് ബന്ധപ്പെടുന്നു. അതാണ് വീണ്ടും ജന്മം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് പാപസംബന്ധമായി മരിച്ച അവൻ്റെ ആത്മാവ് അത് ജീവിക്കുവാനായിട്ടിടയായിത്തീർന്നു, ദൈവത്തെ കണ്ടുമുട്ടുവാനായിട്ട് കാരണമായിത്തീർന്നു. എന്നാൽ ഡീമൺസ് സാധാരണ പൊസസ് ചെയ്യുന്നത് നമ്മുടെ സോളിനെയാണ്. സോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ദൈവമക്കൾക്കല്ല. പിന്നെയോ ദൈവമക്കളെ പൊസസ് ചെയ്യുവാൻ സാധ്യമല്ല. ഞാൻ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡീമൺസ് സാധാരണ മാനുഷിക ജീവിതത്തിൽ ചെയ്യുന്നത് പൊസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫുൾ കൺട്രോള് ആ ഡീമൺസ് ഏറ്റെടുക്കുക. ഒരു ഡീമൺ പൊസഷൻ ഉള്ള ഒരു വ്യക്തി, ആ വ്യക്തിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഉള്ളിൽ നല്ല ബോധ്യമുണ്ടായിരിക്കും. താൻ എന്ത് ചെയ്യുന്നു, എന്താണ് പറയുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ടെങ്കിലും ചിലപ്പം ചിലത് നല്ലത് ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചാലും അവർക്ക് ചെയ്യുവാൻ സാധിക്കാതെ അവർ വസിക്കുന്ന ഡീമൻ ആയിരിക്കും അവരെ മുൻപോട്ട് നയിക്കുന്നത്. ദാറ്റ് മീൻസ് അവരുടേതായിരിക്കുന്ന ശക്തി, അവരുടേതായിരിക്കുന്ന സോൾ, അതിനകത്ത് യാതൊരു വാല്യൂവും കാണത്തില്ല. ആ സോളിനെ ഫുള്ളി ഡീമൻസ് കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ഡീമൻസിൻ്റെ അനുസരണമായിട്ട്, ഹിതത്തിന് അനുസരണമായിട്ട് ഈ ബോഡിയെ നയിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ പുറത്തു നിന്ന് ഇൻഫ്ലുവൻസ് ചെലുത്തുകയാണ്, ഒരു മനുഷ്യൻ്റെ സോളിൽ ചിലത് പ്രവർത്തിപ്പിക്കുക. ഈ 2 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് 2 ഇൻസിഡൻസ് പറഞ്ഞിട്ട് ഞാനത് മനസ്സിലാക്കി തരാം. ഒന്ന് വായിച്ചാട്ട്. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 9-10 വാക്യത്തിലേക്ക് കടന്നു വന്നാൽ 1 ശമൂവേൽ ചാപ്റ്റർ 18 വേഴ്സ് 9 and 10. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. നിങ്ങൾ ശ്രദ്ധിച്ചാണ്, ഈ വാക്യങ്ങൾക്കൊക്കെ വളരെ വാല്യൂ ഉണ്ട്. താഴെ പിറ്റേന്നാൾ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അയച്ച ഒരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു. ഇവിടെ ശൗൽ രാജാവ് ഡീമൺ പൊസസ്ഡായി മാറ്റപ്പെട്ടു. ഡീമൺ ശൗലിനെ പൊസസ് ചെയ്തു. ഇവിടെ വേദപുസ്തകം പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അയച്ച ഒരു ദുരാത്മാവ്. ദൈവത്തിൻ്റെ പക്കൽ ദുരാത്മാവ് അയക്കുമോ എന്നുള്ളത് അല്പനിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ പഠിക്കുവാൻ സാധിക്കും. ബട്ട് ഇവിടെ പറയുന്നത് ഒരു ഡീമൺ വന്നിട്ട് ശൗലിനെ പൊസസ് ചെയ്യായിരുന്നു, ശൗലിനെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തു. നിങ്ങൾക്കറിയാം, ദാവീദ് പല സന്ദർഭത്തിൽ ശൗലിനെ രക്ഷിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും ശൗലിനെ രക്ഷിക്കുവാൻ സാധിക്കാതെ ദാവീദിനെ കൊല്ലുവാൻ തക്കവണ്ണം പലവട്ടം ശൗല് തിരിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ശൗല് ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ഞാനിത് ചെയ്യുന്നത്, നീ ഇത്രമാത്രം നല്ലവനായിട്ടും ഞാൻ എന്തിനാ നിന്നെ കൊല്ലുന്നത്. ഇതുപോലും ശൗലിന് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ശൗല് തൻ്റെ സ്വന്തം ഹിതപ്രകാരമല്ല, പിന്നെയോ എന്തോ തന്നെ പരിപൂർണമായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട്
അതിനെ ആ പ്രത്യേകമായിരിക്കുന്ന കൃത്യത്തിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീമൺ പ്രൊസസ് ചെയ്യുമ്പോൾ ആ വ്യക്തി സൈലൻ്റ് ആയിരിക്കും, ആ വ്യക്തി ഇന്നബിൾ ആയിരിക്കും, ആ വ്യക്തിക്ക് യാതൊരു കഴിവുണ്ടാകത്തില്ല. എന്നാൽ ആ ഡീമൺ പ്രൊസസ് ചെയ്യുന്നതിനനുസരണമായിട്ട് ആ ഡീമൻ്റെ ഇച്ഛകളാണ് അത് ചെയ്യുന്നത്, ഡീമൻ്റെ ഇഷ്ടമാണ് ഇവരിൽ കൂടെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരുന്നത്. ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്, മാത്യു chapter 16, Matthew chapter 16 verse 21 to 23. 16-ാം അധ്യായം 21 മുതൽ. സോറി, ആ വാക്യത്തിന് മുൻപിൽ ഒരു വാക്യത്തിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, മാർക്ക് ചാപ്റ്റർ 5 verse 13. മാർക്ക് 5:13. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അശുദ്ധാത്മാക്കൾ ആ വ്യക്തിയിൽ, ഗദരദേശത്ത് ഉണ്ടായിരുന്ന ഭൂതഗ്രസ്തനിൽ ഉണ്ടായിരുന്ന അശുദ്ധാത്മാവ് അതിൽ നിന്ന് വിട്ടുമാറി പന്നികളിലേക്ക് കടന്നു. പിന്നീട് ആ പന്നിയെ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്തത് ഈ ഡീമോണിക് സ്പിരിറ്റ് ആയിരുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഡീമോണിക് സ്പിരിറ്റ് അത് പൊസസ് ചെയ്യുമ്പോൾ ആരെ പൊസസ് ചെയ്യുന്നു, എന്തിനെ പൊസസ് ചെയ്യുന്നു, ആ പ്രത്യേകമായിരിക്കുന്ന വസ്തുവിന് സൈലൻ്റ് ആയിരിക്കും. പിന്നെയോ അതിനെ നടത്തുന്നത് ആ ഡീമണിക് സ്പിരിറ്റ് ആയിരിക്കും. പ്രധാനമായിട്ട് ഡീമണിക് സ്പിരിറ്റിന് മനുഷ്യനെ പൊസസ് ചെയ്യുവാൻ സാധിക്കും, മൃഗത്തെ പൊസസ് ചെയ്യുവാൻ സാധിക്കും, ഈവൻ വിഗ്രഹങ്ങൾ, ഈവൻ ചില കല്ലുകളെ പൊസസ് ചെയ്യുവാൻ സാധിക്കും. ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ വേർഡ്. ഡീമൺ സ്പിരിറ്റിന് ഈ പലതിനെ പൊസസ് ചെയ്യുവാൻ സാധിക്കും. ഒന്ന്, മനുഷ്യനെ പൊസസ് ചെയ്യുവാൻ സാധിക്കും. വായിച്ചോട്ട് മാർക്ക് ചാപ്റ്റർ 5, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാൽ, 2-ാമത്തെ വാക്യം വേഴ്സ് 2. അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ. സി, അവിടെ നമ്മൾ കാണുന്നത് എ മാൻ പൊസസ്ഡ് ബൈ എ ഡീമൺ. അപ്പോൾ അശുദ്ധാത്മാവിനാൽ അവൻ പൊസസ് ചെയ്യപ്പെട്ടു. രണ്ടാമത് ഞാൻ പറഞ്ഞു, മൃഗങ്ങളെ പൊസസ് ചെയ്യുവാൻ സാധിക്കും. അതേ അധ്യായത്തിൽ ഒന്ന് വായിച്ചോട്ടെ, വേഴ്സ് 12 and 13, 12-13 വാക്യം. അശുദ്ധാത്മാക്കളെ ദൈവത്തെ കർത്താവായ യേശുവിനോടൊന്ന് പറഞ്ഞു, ആ പന്നികളിൽ കടക്കേണ്ടതിനാ ഞങ്ങളെ അയക്കണമേ. അപ്പോൾ ദയവായിട്ട് നിങ്ങൾ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുക, എങ്കിൽ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കുക, എങ്കിലേ കൂടുതൽ മനസ്സിലാകത്തുള്ളൂ. ഇവിടെ നമ്മൾ കാണുന്നത് അശുദ്ധാത്മാക്കൾ പന്നിയിലേക്ക് കടന്നു. അപ്പോൾ അശുദ്ധാത്മാക്കൾക്ക് എവിടെ ചെല്ലാൻ പറ്റും? മൃഗങ്ങളിൽ കടക്കുവാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ അശുദ്ധാത്മാക്കൾ ഇവിടെ കടക്കുന്നു, മനുഷ്യനെ പൊസസ് ചെയ്യുന്നു. 2, ഞാൻ പറഞ്ഞത് അശുദ്ധാത്മാക്കൾ മൃഗങ്ങളെ പൊസസ് ചെയ്യുന്നു. അപ്പോൾ പല സന്ദർഭങ്ങളിൽ പല മൃഗങ്ങളെ പൊസസ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പോകട്ടെ, 3, അശുദ്ധാത്മാക്കൾ എന്ത് ചെയ്യുന്നു? വായിച്ചോട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 19 മുതലുള്ള വാക്യം. 1 Corinthians chapter 10 verse 19 to 21. 10-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യം. വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നുവെന്നോ, ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്കത്രേ കഴിക്കുന്നത്. അപ്പോൾ ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, പിന്നാക്ക് ഭൂതങ്ങൾക്ക്. നമുക്കറിയാം ജാതികൾ ബലി കഴിക്കുന്നത് എവിടെയാ? ഏതെങ്കിലും ഒരു രൂപത്തിൻ്റെ മുൻപിൽ, ഏതെങ്കിലും ഒരു സ്റ്റാച്യുവിൻ്റെ മുൻപിൽ. ഒന്നുകിൽ അത് കല്ലുകൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അത് തടി കൊണ്ടുള്ളതായിരിക്കാം, മറ്റേതെങ്കിലും ലോഹം കൊണ്ടുള്ളതായിരിക്കാം. ഏതായിരുന്നാലും അങ്ങനെ രൂപത്തിൻ്റെ മുൻപിൽ, ഈവൻ ഒരു തുണിയായാലും മതി, അതിൻ്റെ മുൻപിൽ അതിനെ വർഷിപ്പ് ചെയ്താൽ അവിടം പൊസസ് ചെയ്യുന്ന ആരായിരിക്കും എന്നാണ് പറയുന്നത്? ഡീമൺസ്, ഭൂതങ്ങൾ. ഇതിൽ കൂടെ ഒരു വേർഡ് ഞാൻ പറഞ്ഞിവിടെ അവസാനിപ്പിക്കുകയാണ്. യഥാർത്ഥമായിരിക്കുന്ന സത്യ ആരാധനയല്ലാതെ, അല്ലെങ്കിൽ ഒരു അത്ഭുതം എന്ന് പറയുന്നത് പല ഉദ്ദേശമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിക്കുകയുണ്ടായി, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം. ആ പർപ്പസിൽ അല്ലാതെ എവിടെ അത്ഭുതം നടന്നാലും മനസ്സിലാക്കണം, ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഗാഡ്.
ഒരുപക്ഷെ മാനുഷിക വേഷം നമുക്ക് കൊടുക്കുവാൻ സാധിക്കുമായിരിക്കാം, ദൈവികമാർക്ക് രൂപം കൊടുക്കുവാൻ സാധിക്കുമായിരിക്കാം, പക്ഷെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഫ്രം ഗാഡ്. പിന്നെ ആരായിരിക്കും എന്നറിയാമോ? ആ സ്ഥലം പൊസസ് ചെയ്യുന്നത് ഡീമണായിരിക്കും. എനിക്കറിയാം ഒരു വ്യക്തിയെ, എനിക്കറിയാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ബോംബെ എയർപോർട്ടിൽ നിന്നുകൊണ്ട് ആ സ്ത്രീ വിളിച്ചു പറഞ്ഞൊരു കാര്യം, ഇവിടെ ഒരു പ്രത്യേകമായിരിക്കുന്ന പ്രതികൂലങ്ങളുടെ മുൻപിൽ ആ സ്ത്രീ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, പരിമള തിരുമേനി എന്നെ സഹായിക്കണമേ എന്ന്. ഫൈനലി സംഭവിച്ചത് വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീയിൽ പൊസഷൻ ഉണ്ടായിരുന്നു. അത് മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ചോദിച്ചു, നീ ആരാണ് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ പരിമള തിരുമേനിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പരിമള തിരുമേനി ഒരു വിശുദ്ധനാണെങ്കിൽ അദ്ദേഹം ദൈവത്തിൻ്റെ അടുക്കല, അദ്ദേഹം പരിമല ഇരിപ്പില്ല. പിന്നെ പരിമല ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അത് ദൈവമല്ല, മറ്റാരെങ്കിലും. ഞാൻ പറഞ്ഞു വന്ന എന്നാ വിഷയം എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയല്ലാതെ എവിടെ ഒരു മിറക്കിൾ നടക്കുന്നുണ്ട്, അത് നോട്ട് ഫ്രം ഗാഡ്. പിന്നീട് ആരെ അവിടെ വർഷിപ്പ് ചെയ്യുന്നത്? ഈ ഡീമണിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, അത് ഓൾവേസ് അത് വർഷിപ്പ് അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എവിടെ ഒരു വർഷിപ്പ് കിട്ടുന്നുണ്ട് അവിടെ അത് കടന്നു ചെല്ലും, അവിടെ അതിരിക്കും. ആ പ്ലേസാണത് പൊസസ് ചെയ്യുന്നത്. ഞാൻ എവിടെയോ പണ്ട് ഉള്ളവർക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് സത്വമായി താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ട സമയം, എന്നിട്ട് 6 മാസമേ ആയുള്ളൂ രക്ഷിക്കപ്പെട്ടപ്പോൾ. അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ അടുത്ത് വന്നു, നമുക്ക് ഒരുമിച്ച് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്കൊന്നും അറിയത്തില്ല, അന്ന് ആത്മീയത്തിൽ ഒരു കൊച്ചു ശിശുവാണ്. ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഒരു ദിവസം 2 ദിവസം പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നിനക്ക്, എന്തുവാ നീ ഫീൽ ചെയ്യുന്നത്? എന്നോട് പറഞ്ഞു, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ആ സഹോദരനോട് പറഞ്ഞു, സഹോദരൻ കാര്യം ചെയ്യുക, പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ഞങ്ങളുടെ ആ ഭിത്തിയിൽ ഒരു മനോഹരമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു കാർപ്പറ്റ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങോട്ടങ്ങ് നോക്കിക്കോളാൻ പറഞ്ഞു. ഇദ്ദേഹം അങ്ങോട്ട് നോക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാണ്ട് ഒരു 6 മാസം കഴിഞ്ഞ് ഞാനൊരു ദിവസം ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഇതെടുത്ത് കത്തിച്ച് കളയാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല എന്താ ഈ പറഞ്ഞു വരുന്നതെന്നുള്ളത്. ദൈവാത്മാവിനോട് കത്തിച്ച് കളയാൻ പറഞ്ഞു. അത് കർത്താവ് ഇതെങ്ങനെയാണ് കത്തിച്ച് കളയുന്നത്? നല്ല ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ഇതുപോലൊക്കെ തന്നെയാണെന്ന്. അങ്ങനെയുള്ള ഒരു കാർപ്പറ്റ് എടുത്ത് കത്തിച്ച് കളയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അല്പം ബുദ്ധിമുട്ടാണ്. ഓരോ ദിവസം പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴും ഇതേ ചിന്തകളാണ് മുമ്പിൽ വന്നത്. 3-ാമത്തെ ദിവസം ഒരു ഗതിയില്ലാതെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് ആ കാർപ്പറ്റ് ഞാൻ ഇളക്കി എടുത്തിട്ട് എൻ്റെ കബോർഡിനകത്ത് കൊണ്ടുവച്ചു. അങ്ങനെ ദൈവാത്മാവിനോട്, കുഞ്ഞെ ഞാൻ നിന്നോട്, നീ ഇതൊരു കബോർഡ് വെക്കാനല്ല, നീ എടുത്ത് കത്തിച്ച് കളയാൻ പറഞ്ഞു. ഫൈനലി ഒരു വലിയ ഒരു വടംവലി എൻ്റെ ഉള്ളിൽ നടന്നു. പക്ഷെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സ്വസ്ഥതയില്ലാതായി. അത് ഇരിക്കുന്നിടത്തോളം എനിക്കൊരു സ്വസ്ഥതയില്ല. ഞാൻ ഒരു കാര്യം, ഒരു ദിവസം ആരും അറിയാതെ കൊണ്ട് ബാത്റൂമിനകത്തിട്ട് അല്പം പെട്രോളൊക്കെ അതിനകത്ത് ഒഴിച്ച് അത് കത്തിച്ചപ്പോൾ അതിശയോക്തി പറയല്ല, എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കുന്നൊരു ഫ്ലെയിം വിത്ത് എ സ്മെൽ. ആ കത്തി കഴിഞ്ഞപ്പോൾ അത് വെളിപ്പെട്ടു. വാസ്തവത്തിൽ എന്തായിരുന്നു സംഭവിച്ചതെന്നറിയാമോ? ഞാൻ ഇവരോട് പറഞ്ഞു, അങ്ങോട്ട് നോക്കി കോൺസെൻട്രേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. പുള്ളി അങ്ങോട്ട് തന്നെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്തു. അത് പിന്നെ എന്തായിട്ടെന്നറിയാമോ? ഡീമണിക് ഒരു പൊസഷൻ ആ കാർപ്പറ്റെ കടന്നു വന്നു. ഞാൻ പോലും അത് മനസ്സിലാക്കിയില്ല. നിങ്ങൾ ഓർത്തോണേ, ആരുടെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും രൂപത്തിന് മുമ്പ് നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്നേ എടുത്ത് വെടി കച്ചടായി കളഞ്ഞേക്കണം. കാരണം അത് വീട്ടിലിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമായിരിക്കത്തില്ല. ഈവൻ കർത്താവായ യേശു രൂപമാണെങ്കിൽ നല്ല കുരിശാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഇതിനകത്തല്ല ദൈവം ആയിരിക്കുന്നത്. ഈ സ്ഥലങ്ങൾ ഡീമണ് പൊസസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഡീമൺ പൊസഷന് അതിന് ഒന്നുകിൽ മനുഷ്യനെ പൊസസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മൃഗത്തെ പൊസസ് ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിലും ഒരു കല്ലാണെങ്കിലും അതിനെ പൊസസ്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഡീമൺ എവിടെ പൊസസ് ചെയ്യുന്നുണ്ടോ അവിടെ ഒരു സ്തുതിയും ഒരാരാധനയും അതുമായിട്ട് റിലേറ്റഡായിട്ട് നടക്കുവാനിടയായിത്തരും. അല്ലാത്തടത്തൊന്നും ഇപ്പോൾ ഇതിരിക്കത്തില്ല. കാരണം ഇത് ഓൾവേസ് ഇത് എക്സ്പെക്ട് പ്രൈസിങ്, വർഷിപ്പ് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡീമൺ അത് പൊസസ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ അടുത്ത ഒരു സംഭവമാണ് ഡീമൺ ഇൻഫ്ലുവൻസ്. ഡീമൺ ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു. അത് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെലുത്തും, ദൈവമക്കളെയും അല്ലാത്തവരെയും ഇൻഫ്ലുവൻസ് ചെലുത്തും. ഒരു വാക്യം വായിച്ചാട്ട് 1 Chronicle chapter 21 verse 1.
First Chronicle chapter 21 verse 1. 1 ദിനവൃത്താന്തം 21 അധ്യായത്തിന് 1 വാക്യം പെട്ടെന്ന് വായിച്ചാൽ. അനന്തരം സാത്താൻ ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിച്ചു. അപ്പോൾ ദാവീദിൻ്റെ ഉള്ളിൽ ഈ സാത്താൻ ഒരു ചിന്ത കൊണ്ട് കൊടുത്തു. എന്താ കൊടുത്തേ? ഇസ്രയേലിനെ ഒന്ന് എണ്ണുവാൻ. എന്തിനാ എണ്ണിയെന്നറിയാമോ? തൻ്റെ പൂർവ രാജാവിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ ആരോഗ്യവും ശക്തിയും അതോടൊപ്പം സൈന്യമൊക്കെ എനിക്കിന്നുണ്ട്. അതൊന്ന് വെളിപ്പെടുത്താനായിരുന്നു. തൻ്റെതായിരിക്കുന്ന പദവി, തൻ്റെതായിരിക്കുന്ന അധികാരമൊന്ന് വെളിപ്പെടുത്താൻ. പക്ഷെങ്കിൽ ഈ തോന്നൽ കൊണ്ട് കൊടുത്തത് ആരായിരുന്നു? സൈറ്റൻ, സാത്താൻ. ആരെയാ ചെയ്തത്? ദൈവത്തിൻ്റെ ഹൃദയത്തിന് യോജിച്ച പുരുഷനെ. എവിടുന്നാ ചെയ്തത്? അങ്ങോട്ട് ചെന്നിട്ടല്ല, പുറത്തു നിന്ന് ചില ചിന്തകൾ കൊണ്ട് കൊടുത്തു. ഒരു വാക്യം കൂടെ, മത്തായി 16 അധ്യായം 21 മുതൽ 23 വരെ. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 21 to 23. സാത്താനെ. കർത്താവായ യേശു ക്രിസ്തു പത്രോസിനെ വിളിച്ച പല പേരുണ്ട്. അതിലൊരു പേരാണ് ഇത്. എന്തുകൊണ്ട് യേശു പത്രോസിനെ ഈ സമയത്ത് ഇത് വിളിച്ചതിൻ്റെ കാരണം, ഈ പർട്ടിക്കുലർ ചിന്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ളതല്ല, പിന്നെ എവിടെ നിന്നുള്ളതാ? സാത്താൻ്റെ ചിന്ത. അപ്പോൾ പത്രോസ്, കർത്താവായ യേശുവിനോടുകൂടി അടുത്ത് നിന്ന പത്രോസ് വരെ എന്തിൽ ഇൻഫ്ലുവൻസ്ഡ് ആയി? സാത്താൻ്റെ ഇൻഫ്ലുവൻസ് കടന്നു വരുവാനിടയായിത്തീർന്നു. ദാറ്റ് മീൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മൾ എത്രത്തോളം ആത്മീയമായിട്ട് വളർന്നാലും, ഒരു ശിശുവായിരിക്കുമോ വലിയ ഒരു വ്യക്തി ആയിരിക്കുമോ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഇവരെല്ലാവരും എക്സ്പോസ് ടു ഡേഞ്ചർ. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അല്പം ധൈര്യശാലിയ, അല്ലെങ്കിൽ ഞാൻ അല്പം സ്ട്രോങ്, അതുകൊണ്ട് എനിക്കൊന്നും പറ്റത്തില്ല. ശ്രദ്ധിച്ചോണേ, അതാ വീഴ്ച. ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതലിനല്ലാതെ സുരക്ഷിതമായിട്ട് മുൻപോട്ട് കടന്നു പോകാൻ സാധ്യമല്ല. എനിക്ക് വീഴ്ച വരത്തില്ല എന്ന് പറയുന്നത് വീണതിൻ്റെ തുടക്കമാണ്. ഒരു ദൈവ പൈതലിനും അത് പറയുവാൻ സാധ്യമല്ല. എല്ലാവരും എക്സ്പോസ് ടു ഡേഞ്ചർ, എല്ലാവരും അപകടത്തിന് മുൻപിലാവരുത്. നമ്മൾ സേഫാണ് ചിന്തിക്കുന്നുവോ, അത് അപകടത്തിൻ്റെ സൂചനയാണ്. ഒരു സത്യം ഈ സന്ദർഭത്തിൽ ഞാൻ പറയാം. നിങ്ങൾ എവിടെ, ഏതെങ്കിലും നിങ്ങളുടെ ഭവനത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യം സേഫാണ് നിങ്ങൾ ചിന്തിച്ചോ, വിത്തിൻ നോ ടൈം, വളരെ ഷോർട്ട് ടൈം കൊണ്ട് അത് ഇളകുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇല്ലേ? ഉണ്ടോ? ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ, ഓക്കെ, എൻ്റെ ജോലി വളരെ കോൺഫിഡൻ്റ് ആയി, എനിക്ക് ഒരു ദോഷവും വരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അതൊന്ന് ഇളകും. മറ്റേത് മേഖലയുമായിക്കോട്ടെ, ഏതെങ്കിലും ഒന്ന്, ഒരു സെക്യൂരിറ്റി നിങ്ങൾ ഫീൽ ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധിച്ചോണേ, അവിടെ വിത്തിൻ ഷോർട്ട് ടൈമിൽ ഒരിളക്കം വരുന്നത് കാണുവാൻ സാധിക്കും. എന്താ അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിലല്ലാതെ നമ്മൾ മറ്റെങ്ങും സെക്യൂർ ആകരുതെന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് സെക്യൂരിറ്റി അവകാശപ്പെടാം. പക്ഷെങ്കിൽ നെവർ ബോസ്റ്റ് യുവർ സെൽസ്. ഒരിക്കൽ പോലും നമ്മൾ സ്വയമായിട്ട് പ്രശംസിക്കുവാൻ ഇടയാകരുത്. സ്വയം നമ്മൾ പറയുക, ഐ ആം ഓക്കെ, എനിക്ക് ചെയ്യുവാൻ പറ്റും എന്ന് നെവർ സേ. കർത്താവായ യേശു, അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും, യാക്കോബ് ഇപ്രകാരം പറയുന്നു, ഒരു വ്യക്തിക്കും പറയാൻ പറ്റത്തില്ല നാളെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന്. ദൈവം എന്നോട് കരുണ കാണിക്കുന്നുവെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും എന്നെനിക്ക് പറയാം. കാരണം എന്താ വേണ്ടതെന്നറിയാമോ? ആശ്രയം ഫുള്ളി ദൈവത്തിലായിരിക്കണം. മുൻപോട്ട് കടന്നു പോട്ടെ. ഇവിടെ എന്താ വിഷയം? ഇവിടെ അപ്പോസ്തലനായ പത്രോസിന്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് കർത്താവായ യേശു പറഞ്ഞു, സാത്താനെ. ഇവിടെ നമ്മൾ കാണുക, ദാവീദിനെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം ഇപ്രകാരം പറയുന്നു, ദാവീദിൽ എന്ത് ചിന്ത കടന്നു വന്നു? സാത്താൻ ഒരു ചിന്ത കൊണ്ട് കൊടുക്കുവാനായിട്ടിടയായിരുന്നു. അപ്പോൾ സാത്താൻ അഥവാ ഡീമൺസിന് ഇൻഫ്ലുവൻസ് ചെലുത്തുവാനായിട്ട് സാധിക്കും.
എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ. പക്ഷെങ്കിൽ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യണം, വെദർ ഇറ്റ് ഈസ് ഫ്രം ഡെവിൾ ഓർ നോട്ട്. നമ്മൾ അതിന് ഉള്ള മാർഗമാണ് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് അതിൻ്റെ ജനറൽ ഫാക്ട്സ്. ഇത് വെച്ച് നമ്മൾ നോക്കിയാൽ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ വേറൊന്നുകൂടെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. ഒരു മനുഷ്യനിൽ സാധാരണ ഒന്നിൽ കൂടുതലോ അശുദ്ധാത്മാക്കൾ വസിക്കുവാൻ സാധിക്കും. നോർമലി ഒന്ന് കയറി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് പലപ്പോഴും ഒതുങ്ങത്തില്ല. അത് പോയി തങ്ങളുടെ കൂട്ടുകാരുമായിട്ട് കടന്നു വരുന്നതായിട്ട് മനസ്സിലാക്കാം. വായിച്ചാട്ട് 1-2 വാക്യങ്ങൾ. ലൂക്ക് ചാപ്റ്റർ 8 verse 2. ലൂക്ക് 8:2. ഒരു മഗ്ദലക്കാരത്തെ മറിയ അവിടെ കാണുന്നു. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് 7 ഭൂതങ്ങൾ അവർക്കുണ്ടായിരുന്നു. 1 2 7 ഭൂതങ്ങൾ. കർത്താവായ യേശു ക്രിസ്തു മഗ്ദലക്കാരത്തെ മറിയയിൽ നിന്ന് 7 ഭൂതങ്ങളാണ് പുറത്താക്കിയത്. നിങ്ങൾക്കറിയാം, ഓഫ് കോഴ്സ്, മാർക്ക് ചാപ്റ്റർ 5 verse 9. എത്ര ഉണ്ടായിരുന്നു? 6,000, 6,000. അപ്പോൾ സാധാരണയായിട്ട് ഒരു ഡീമൺ പൊസസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീമൺ കൊണ്ട് ഒതുങ്ങത്തില്ല. ആ ഡീമൺ ഇൻഫ്ലുവൻസ് അവർക്കൂടെ വെളിപ്പെടുത്തി, പിന്നെ അതോടൊപ്പം തന്നെ അത് ഡീമണിക് ഇൻഫ്ലുവൻസിന് അവരുടെ ശരീരം ഒരു റിസീവ് ചെയ്യുന്ന ഒരു പാത്രമായി തീരുക. അതുകൊണ്ട് വൺ ആഫ്റ്റർ അനദർ ഇങ്ങനെ ധാരാളമായിട്ട് കയറി വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറയുണ്ടായി, അശുദ്ധാത്മാ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞോട്ടെ ശക്തിയോടെ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് നീങ്ങിയ ശേഷം നീരില്ലാത്ത പല സ്ഥലങ്ങളിൽ കൂടെ സഞ്ചരിച്ചു. എന്നിട്ട് ഞാൻ വിട്ടുപോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞു. ചെന്നപ്പോൾ ആ വീട് അലങ്കരിച്ചതായി കാണുന്നു. എന്നപ്പോൾ എന്ത് ചെയ്തു? ഇത് പോയിട്ട് തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളുമായിട്ട് എങ്ങോട്ട് വന്നു. അപ്പോൾ മനസ്സിലായോ? ഇത് വളരെ കോപ്പറേറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല ബന്ധമായി ഇതിനുള്ളത്. ഒന്ന് കയറാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തിനെയൊക്കെ അത് ഇങ്ങോട്ട് കൊണ്ടുവരുത്ത. കാരണം ഇതിനൊക്കെ നോക്കി നടക്കുകയാണ് തണുപ്പുള്ള ഒരു സ്ഥലം. ആർക്കെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് പറ്റിയാൽ ബാക്കിയുള്ളതിനെയും കൂടെ ഇങ്ങോട്ടങ്ങ് അടുപ്പിക്കും. അപ്പോൾ അശുദ്ധാത്മാക്കൾ ഒന്നിൽ കൂടുതൽ പൊസസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്ന വിഷയത്തിൽ ഈ നെക്സ്റ്റ് വിഷയത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നത് എന്താണ് ഇതിൻ്റെ വഴി. ഇതിൻ്റെ വഴി പ്രധാനമായിട്ട് 3 വഴികൾ കൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. 3 ways. അത് പ്രധാനമായിട്ട് ഇതിൻ്റെ മെയിൻ ചീഫ് എന്ന് പറയുന്ന പിശാചായതുകൊണ്ട് പിശാചിൻ്റെ സെയിം വഴികളാണ് ഇതും അഡോപ്റ്റ് ചെയ്യുന്നത്. വായിച്ചാട്ട് ജനസിസ് ചാപ്റ്റർ 3. ജനസിസ് ചാപ്റ്റർ 3. ഇപ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചാട്ട്. 1, 2, 3. യഹോവയായ ദൈവം ഉണ്ടാക്കിയ സകല കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്, അപ്പോൾ ഒന്നാമത്തെ അതിൻ്റെ പദ്ധതിയാണ്, ഫസ്റ്റ് വേ ഒന്ന് നോട്ട് ചെയ്താട്ട്, ഡീമൺസ് ഡിനൈ ദ ട്രൂത്ത് ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ്. Demons deny the truth of the word of God, and they challenge the statement it makes. And they challenge the statement it makes. See, എന്താ ഇവിടെ പറയുന്നത്? പിശാച് കടന്നു ചെന്നിട്ട് ഈ ഹവ്വയോട് പറഞ്ഞു, തോട്ടത്തിലെ യാതൊരു വൃക്ഷങ്ങളുടെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഹവ്വ പറഞ്ഞു, സകല വൃക്ഷങ്ങളുടെയും ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നീ മരിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്. ഉടനെ ഈ പിശാച് എന്തോ പറഞ്ഞു? നീ മരിക്കയില്ല നിശ്ചയം.
മനസ്സിലായി? ദൈവം എന്താ പറഞ്ഞു? അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഈ പിശാച് കടന്നത് എന്താ പറഞ്ഞു? നീ മരിക്കയില്ല നിശ്ചയം. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 1 year ബാക്ക് ഒരു സഹോദരനെക്കുറിച്ച് ഞാൻ കേൾക്കുകയുണ്ടായി. ആ സഹോദരൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പുള്ളി നല്ലൊരു വിശ്വാസിയായിരുന്നു. ജോലിക്ക് വേണ്ടി ഒരു നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഒരു യങ്സ്റ്റർ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നുപോയി. അവിടെ താൻ നോക്കിയിട്ട് എങ്ങും ഒരു പള്ളിയില്ല ആരാധിക്കാൻ. പ്രാർത്ഥിക്കാനായിട്ട് ഇവന് വലിയ ആഗ്രഹം. അവൻ ചിന്തിച്ച് എവിടെ നിന്നാലും പ്രാർത്ഥിച്ചാൽ പോരായോ. അവൻ ചെയ്തത്, അവൻ താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് ഒരമ്പലം ഉണ്ടായിരുന്നു. അവിടെ നിന്നുകൊണ്ട് അവൻ അവൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. സംഭവിച്ചത് അറൗണ്ട് 6 months കഴിഞ്ഞപ്പോൾ ഹി വാസ് പൊസസ്ഡ്. ചെയ്തത് എന്തായിരുന്നറിയാമോ? പക്ഷെങ്കിൽ എന്താ വാസ്തവത്തിൽ സംഭവിച്ചെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരു നമ്മൾ ഓപ്പൺ ചെയ്ത ഒരു ചാനൽ, നമ്മളിപ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ നിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ യോഗ്യനാക്കുന്നു, ഒരുക്കുന്നു, ഇല്ലേ? എക്സാക്ട്ലി അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഫുള്ളി സബ്മിറ്റ് ചെയ്യുകയാണ് ഫോർ ദാറ്റ് ബ്ലെസ്സിങ്സ്. ഹാൻഡഡ് ഓവർ മൈ ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഞാൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. പക്ഷെങ്കിൽ അത് ദൈവമല്ല അവിടെ പ്രവർത്തിക്കുന്നതെങ്കിൽ, അവിടെ പ്രവർത്തിക്കുന്നതിന് കടന്നു വരാനുള്ളൊരു വഴിയാണ്. മനസ്സിലായത്? യെസ്. ആക്ച്വലി സ്നേക്കിനെ ഡീമണായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാരണം, ഹവ്വയുടെ അടുക്കൽ സാത്താൻ കടന്നു എന്നത് പാമ്പിൻ്റെ വേഷത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ അങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സ്നേക്സിനെയും അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം കൺസിഡർ ചെയ്താൽ നല്ലതാണ്, ദാറ്റ്സ് എ കേഴ്സഡ് ആനിമൽ. യെസ്, ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും. ഞാനത് മുമ്പേ പറഞ്ഞു. സൈറ്റൻ എന്ന് നമ്മൾ മീൻ ചെയ്യുമ്പോൾ, സൈറ്റന് ഒരു സ്ഥലത്ത് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സാത്താനല്ല എല്ലായിടത്തും കടന്നു ചെല്ലുന്നത്. കാരണം സാത്താൻ എന്ന് പറഞ്ഞാൽ ഓംനി പ്രസൻ്റ് അല്ല. അന്നേരം സാത്താൻ ഒരു പൊസിഷനുണ്ട്, ഹീ ഈസ് ദ കിങ്. പിന്നെ അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ കീഴിൽ ഉള്ള അതോറിറ്റീസ് ഉണ്ട്, അവരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദ ലാസ്റ്റ് ഗ്രേഡ് വന്നിട്ടാണ് ഡീമൺസ്. അതുകൊണ്ട് നോർമലി മനുഷ്യന്മാർക്കുന്ന ബന്ധത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഡീമണിക് ഇൻഫ്ലുവൻസ്. ആ ടോപ്പിക്കിലേക്ക് കൂടുതൽ ഞാൻ കടക്കുന്നില്ല. അടുത്ത ആഴ്ച നമുക്ക് സഹോദരിമാരെ വേണമല്ലോ. ഓക്കെ, യെസ് സിസ്റ്റർ. സിസ്റ്റർ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ കഴുകപ്പെടുമ്പോൾ ഒരു ദുഷ്ടശക്തിക്കും നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമില്ല. ഒന്നിനും നമ്മളെ ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധ്യമല്ല. എന്നാൽ പലപ്പോഴും ഇൻഫ്ലുവൻസ് ചെലുത്തുന്നത് നമ്മൾ തന്നെ ഒരു തുറന്നു കൊടുക്കുമ്പോഴാണ്. വേദപുസ്തകം പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന ആരും പറയരുത്. പിന്നെ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? മോഹം, അതാണ് വശീകരിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്ത കടന്നു വരുവാൻ സാധിക്കും. either എ പ്രൈഡ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇത് വെളിയിൽ നിന്ന് ഈ പുള്ളിക്ക് ചെയ്യാൻ പറ്റും, തോട്ട്സ്. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു പത്രോസിനോട് തന്നെ പറഞ്ഞത്, സാത്താനെ എന്ന് വിളിച്ചതിൻ്റെ കാരണം അതാ, ആ തോട്ട്. അതും നിങ്ങൾ ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ ദിവസം ഷാദയിൽ ഒരു നല്ലൊരു ഡിസ്കഷനായിരുന്നു ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ്.
അന്ന് എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഇത് വാസ്തവമായിട്ട് പത്രോസ് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞതിനകത്ത് എന്ത് തെറ്റാണ് ഉള്ളത്? ഹ്യൂമൻലി, മാനുഷ്യമായിട്ട് നോക്കിയാൽ ഈസ് ഇറ്റ് കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും. ഒരിക്കൽ പോലും ഒരു നെഗറ്റീവായിരിക്കുന്ന ചിന്ത ഞാൻ പ്രാർത്ഥിക്കത്തില്ല. ഈവൻ അതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെങ്കിലും. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല? ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ദാവീദിന് ഒരിക്കലൊരു ചിന്ത തോന്നി, ഒരാലയം പണിയണമെന്ന്. പ്രവാചകൻ നാഥാനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ദേവദാരു കൊണ്ടുള്ള അരമനയിൽ വസിക്കുന്നു, ദൈവത്തിൻ്റെ നിയമപ്പെട്ടമോ തിരശ്ശീലയ്ക്കകത്ത് കിടക്കുന്നു, അതുകൊണ്ട് ഞാൻ ദൈവത്തിന് ഒരാലയം പണിവാൻ പോകുന്നു. നാഥാൻ എന്താ പറഞ്ഞു? ദാവീദേ, നീ പണിതോളാൻ പറഞ്ഞു. എന്നാൽ അന്ന് രാത്രി നാഥാൻ വീട്ടിൽ പോയിരുന്ന് മുട്ടുകളെ മടക്കിയപ്പോഴാണ് സ്വർഗത്തിലെ ദൈവം നാഥാനോട് പറഞ്ഞു, കുഞ്ഞെ, നീ പെട്ടെന്ന് പോയി ദാവീദിനോട് പറ, നീ അല്ല ആലയം പണിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കി? ഞാൻ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കിയോ? പറഞ്ഞ മനസ്സിലായോ? എനിക്കറിയില്ല. മനസ്സിലായോ? പറഞ്ഞതല്ലോ മനസ്സിലായോ? അപ്പോൾ വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ അടുക്കൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കി കൊടുക്കാത്തിടത്തോളം ഈ ഒരു ചിന്ത നാഥാൻ പറഞ്ഞുകൊണ്ട് there is nothing wrong. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. മോശ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നു. ചെങ്കടലിന് മുമ്പിൽ വന്നിട്ട് ജനം പിന്നോട്ട് നോക്കിയപ്പോൾ മിസ്രൈം സൈന്യം വരികയാണ്. ജനമെല്ലാം ആകപ്പാടെ നിലവിളിക്കാൻ തുടങ്ങി. ജനം പറഞ്ഞു, മിസ്രൈമിൽ ശവക്കുഴിയില്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാ. മോശ എന്താ പറഞ്ഞു? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, ദൈവം ഇന്ന് നിങ്ങൾക്ക് ചെയ്യുന്ന വീര്യപ്രവൃത്തി നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. അടുത്ത വാക്യത്തിൽ എന്തോ കാണുന്നതെന്ന് അറിയാമോ? ദൈവം മോശയോട് പറയുക, മോശേ, നീ എന്തിനായി ഈ വീട് കടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നേ? നിൻ്റെ കയ്യിലൊരു വടിയില്ലേ, അത് നീട്ട്, ചെങ്കടൽ ഉണങ്ങിയതിൻ്റെ ഭാഗം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എവിടുന്നാ മോശെ നീ പിന്നെ ആദ്യം ഈ വേർഡ് പറഞ്ഞേ? മനസ്സിലായില്ല? 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 മോശ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്നു. ചെങ്കടൽക്കരയിൽ വന്നു നിൽക്കുമ്പോൾ അവർ പിന്നോട്ട് നോക്കിയോ മിസ്രൈം സൈന്യം ഇവരെ കൊല്ലാനായിട്ട് കടന്നു വരുന്നു. ഇസ്രായേൽ മക്കൾ ആകപ്പാടെ ഭാരപ്പെട്ടു. അവർ മോശയ്ക്കെതിരായിട്ട് പിറുപിറുത്തു. മോശയോട് പറഞ്ഞു, മിസ്രൈമിൽ ശവക്കുഴിയില്ലാണ്ടാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്, ഇപ്പം മിസ്രൈമിൽ ഞങ്ങളെ കൊല്ലുമല്ലോ. ഈ വാക്ക് കേട്ട മോശ എന്താ പറഞ്ഞു? നിങ്ങളെന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നത്? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ പോകുന്ന രക്ഷ നിങ്ങൾ കണ്ടുകൊള്ളുവീൻ. അപ്പോൾ മോശയുടെ വാക്കുകൾ വളരെ, ഇത് കേട്ടുകഴിഞ്ഞാൽ ഏത് വായിക്കുന്നവനും ചിന്തിക്കും ഇത് ദൈവത്തിന് ലഭിച്ചൊരു വെളിപ്പാടാണ്. പക്ഷെങ്കിൽ അടുത്ത വാക്യത്തിൽ നമ്മൾ മോശയെ കാണുന്നത്, മോശ എന്ത് ചെയ്യുക? വീണ് കിടന്ന് മോശ നിലവിളിക്കുക. അപ്പോൾ ദൈവം അടുത്തിയെന്ന് മോശയോട് പറഞ്ഞു, കുഞ്ഞെ, നീ എന്തിനാ നിലവിളിക്കുന്നേ? നിൻ്റെ കയ്യിലൊരു വടിയില്ലേ, അത് നീട്ട് എന്ന് പറഞ്ഞാൽ മോശ ഇസ്രായേൽ മക്കളോട് ഈ വേർഡ് പറഞ്ഞപ്പോൾ മോശയ്ക്ക് പോലും അറിയത്തില്ല എന്തുവാ. പിന്നെ എവിടുന്നാ മോശ ആദ്യം എടുത്ത് നല്ല കാര്യമായിട്ടൊരു വാക്കൊക്കെ പറഞ്ഞ് എവിടുന്നാ? മോശ പറഞ്ഞ തെറ്റല്ല, ശരിയാ. എന്താ പറഞ്ഞതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ദൈവം മോശയോട് പറഞ്ഞു, ഈ ജനത്തെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാ? വാഗ്ദത്ത നാട്ടിലേക്ക്. അപ്പം മോശയ്ക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ഇത്രയും ജനത്തെ ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും? വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ചെയ്ത പ്രയാണമാണ് ഇപ്പോൾ ഞാൻ എവിടെ വന്നിരിക്കുന്നത്? ചെങ്കടലിൻ്റെ മുൻപിൽ. അങ്ങനെയാണെങ്കിൽ ഈ ജനത്തെ കൊണ്ട് ഞാൻ അക്കരെ ചെല്ലണം, ഈ ജനത്തെ കൊണ്ട് ഞാൻ വാഗ്ദത്ത നാട്ടിൽ ചെല്ലണമെങ്കിൽ ദൈവം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ചെങ്കടൽ ഉണങ്ങിയ നിലമായി, അല്ലെങ്കിൽ ചെങ്കടൽ കൂടെ ദൈവം ഒരു വഴിയൊരുക്കാം. അപ്പം ഇത് മോശയ്ക്ക് നന്നായിട്ട് അറിയാം. അതിന് മോശയ്ക്ക് മറ്റൊന്നിൻ്റെയും ആവശ്യമില്ല.
പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് മോശ എന്താ പറഞ്ഞു? നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുന്ന വലിയ രക്ഷ കണ്ടുകൊള്ളുവീൻ. പക്ഷെങ്കിൽ അടുത്ത സന്ദർഭത്തിലാണ് മോശ ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ വാക്ക് ഇപ്പം പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നോർമലി എന്തേ വരത്തുള്ളൂ? പോസിറ്റീവ് മാറിക്കുന്നതേ പ്രാർത്ഥിക്കത്തുള്ളൂ. എന്നാൽ മറിച്ച് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് തീരത്തില്ല. അവരെന്ത് ചെയ്യും? വീട്ടിൽ പോയി മുട്ടുകളെ മടക്കുമ്പോഴാണ് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു കൊടുക്കും, കുഞ്ഞെ ഇതല്ല അതിൻ്റെ കാര്യം, ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഇല്ല എങ്കിൽ ആസ് ഇറ്റ് ഈസ് ഫിനിഷ്. മനസ്സിലായോ ഞാൻ പറഞ്ഞു വന്നേ? മനസ്സിലായോ? പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടില്ലയോ, വലിയ ദൈവദാസനാ, പക്ഷേ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയെന്ന്. കാരണം ഇതാ, അവരുടെ കുറ്റമല്ല. അവരെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ദാറ്റ്സ് വാട്ട് നോർമലി അതാ സംഭവിക്കുന്നത്. ഇവിടുത്തെ വിഷയത്തിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ പിശാച് ഹവ്വായുടെ അടുക്കൽ ചെന്നിട്ട് ഹവ്വയെ ഉയർത്തുക ചെയ്യുന്നത്. അവളുടെ പ്രൈഡ് ദൈവത്തെ പോലെയാകുവാൻ അഥവാ ദൈവമാകുവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രലോഭന വാക്കുകൾ കൊടുത്തിട്ട് ആ പ്രലോഭനത്തിനകത്താണ് ഈ ഹവ്വ വീഴുവാൻ കാരണമായി തീർന്നത്. മനസ്സിലായി? അപ്പോൾ പിശാച് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രലോഭനം കൊണ്ടുവരുവാനായിട്ട് സാധിക്കും, പ്രലോഭിപ്പിക്കുവാൻ സാധിക്കും. പക്ഷെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഏതിന് തുല്യമായിരിക്കത്തില്ല? നോട്ട് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ. മനസ്സിലായോ? അതുകൊണ്ട് സാധാരണ ദൈവത്തിൻ്റെ വിശുദ്ധവചനം പറയുന്നത്, ദൈവത്തിൻ്റെ വിശുദ്ധവചനം ഇപ്രകാരം പറയുന്നു, പ്രവചനം നിങ്ങൾ തുച്ഛീകരിക്കരുത്. പിന്നെന്ത് ചെയ്തോളാൻ പറഞ്ഞു? എല്ലാം ശോധന ചെയ്യാൻ. അതാരായിരുന്നാലും, എത്ര വലിയ ദൈവദാസനായിരുന്നു, എത്ര ചെറിയ ദൈവദാസനായിരുന്നാലും, ഞാൻ നിന്നെ വാലല്ല തലയാക്കുമെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തോ കുഴപ്പമൊന്നുമില്ല. അത് അക്കോർഡിംഗ് ടു ദ സ്ക്രിപ്ചർ ആയതുകൊണ്ട്. അല്ലെങ്കിൽ നെവർ ടേക്ക് ഇറ്റ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതിന് അപ്പുറമായിട്ട് നമ്മെ ഉയർത്തുന്നത് ഇറ്റ് ഈസ് പിശാചിൻ്റെ പരിപാടിയാണ്. യെസ്, ശൗലിൻ്റെ ജീവിതത്തിൽ വന്നത്. ഓക്കെ, എന്തുകൊണ്ട് ശൗലിൻ്റെ ജീവിതത്തിൽ ദുരാത്മാവ് കടന്നു വന്നു? ഞാൻ 2 വാക്യം നിങ്ങളെ വായിപ്പിച്ചു. അതിൻ്റെ ആദ്യത്തെ വാക്യം നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്: ഈ ദിവസം മുതൽ ശൗലിന് എന്ത് തുടങ്ങി? കണ്ണുകടി. അപ്പോൾ പുള്ളിയുടെ ജീവിതത്തിൻ്റെ പ്രശ്നം ഇവിടെയാണ് തുടങ്ങിയത്. എന്താണെന്നറിയാം? അസൂയ. അപ്പോൾ ഈ അസൂയ തുടങ്ങിയതിനകത്ത് കുഴപ്പമില്ല, അവിടെ തീർന്നിരുന്നെങ്കിൽ. പക്ഷെങ്കിൽ ഹീ ബിക്കം അഡിക്റ്റഡ് ടു ഇറ്റ്. അപ്പോൾ പിന്നീട് ഈ പുള്ളിയിൽ വന്നത് എന്താണെന്നറിയാമോ? അസൂയയുടെ ദ സ്പിരിറ്റ് ഓഫ് ജലസി. ആ ഡീമണ വസിച്ചത്. മറ്റാരെ കണ്ടാലും പുള്ളിക്കൊരു പ്രശ്നമില്ല, ഒറ്റയാളെ മാത്രമേ കാണാൻ പറ്റാതുള്ളൂ. ആരെയാണെന്നറിയാമോ? മറ്റൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അവിടെയാണ് ആ സ്പിരിറ്റ് ഓഫ് ജലസി പൊങ്ങുന്നത്.
അപ്പോൾ വാസ്തവമായിട്ട് നല്ലവനാകുന്ന ശൗലിൻ്റെ ജീവിതത്തിൽ ഈ ദുരാത്മാവ് പൊസസീവാനുള്ള വഴി ആരാ തുറന്നു കൊടുത്തത്? വഴിയെ പോയ പുള്ളിയെ ശൗലെന്തോ ചെയ്തു, ഇനി പോരെ നിനക്ക് അല്പം സ്ഥലം തരാമെന്ന് പറഞ്ഞ് വിളിച്ച് വീട്ടിൽ കയറ്റി. മനസ്സിലായോ? നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളത് ചിന്തിക്കും. മനസ്സിലായോ? വിഷയം മനസ്സിലായോ? അപ്പോൾ വഴിയെ പോകുന്നവനൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റാൻ പറ്റും കേട്ടോ. ആ നോ, തെറ്റ്. ഏഞ്ചൽസ്, ഗുഡ് ഏഞ്ചൽസ്, ബാഡ് ഏഞ്ചൽസ് ഉണ്ട്. ബാഡ് ഏഞ്ചൽസിനെ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ശരീരം വേണ്ട. ബിക്കോസ് അതിന് അതിൻ്റെ ശരീരമുണ്ട്. ശരീരം വേണ്ട. മാനിഫെസ്റ്റ് ചെയ്യാൻ. ഡീമൺസ് രണ്ടും തമ്മിലൊരു വ്യത്യാസം ഞാൻ പഠിപ്പിച്ചു. ഏഞ്ചൽസ് ആൻഡ് ഡീമൺസ് ഒരു വ്യത്യാസമുണ്ട്. യെസ് പോസിബിളാണ്. ഏഞ്ചൽസിന് ഒരു പൊസസ് ചെയ്യുവാൻ പറ്റത്തില്ല. കാരണം ഏഞ്ചൽസിന് ഒരു ഏഞ്ചലിക് ബോഡിയുണ്ട്. മനസ്സിലായി? ആ ഏഞ്ചലിക് ബോഡി ഉള്ളത് കൊണ്ട് അതിന് പൊസസ് ചെയ്യുവാൻ പറ്റത്തില്ല. എന്നാൽ ഡീമൺസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി സ്പിരിറ്റ്. അതിന് മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് വെളിപ്പെടണമെങ്കിൽ ഇറ്റ്സ് നീഡ് എ മീഡിയ. അപ്പം തന്നെ മനസ്സിലായ ഭാഗം മനസ്സിലായി? ഞാനന്ന് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പ് ഞാൻ എടുത്ത ക്ലാസ്സിൽ ഞാനത് ക്ലിയർ ചെയ്തായിരുന്നു. ഡീമൺസ് ആൻഡ് ഏഞ്ചൽസ്, ദ ഡിഫറൻസ്. യെസ്, that's right. It's a spirit. പക്ഷെങ്കിൽ നമ്മളതിന് കൊടുക്കുന്ന പ്ലേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വിൽ, ഈ ഏരിയയാണ് കൊടുക്കുന്നത്. സോ ഇറ്റ്സ് കൺട്രോൾ അവർ സോൾ. മനസ്സിലായ ഭാഗം? Any questions? Praise God. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചെയ്യാൻ ദൈവം സഹായിക്കുകയാണെങ്കിൽ 1 or 2 വീക്സ് കൊണ്ട് ഞാൻ ഈ പർട്ടിക്കുലർ സബ്ജക്ട്സ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ ഏതെല്ലാം ഈ മേഖലകളിൽ ഡീമൺസ് അറ്റാക്ക് ചെയ്യും. 2, എങ്ങനെയായിരിക്കും ഡീമൺസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ദ വേ എങ്ങനെ കടന്നു വരും. ഈ 2 കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ എക്സോസിസം, ഹൗ നമ്മൾ ഡീമൺസ് കാസ്റ്റിംഗ് ഔട്ട് എങ്ങനെയെന്നുള്ളത് നമുക്ക് പഠിക്കാം.